അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഈ ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. അതിനായി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം തോർത്തിയെടുത്തതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് കൈവച്ച് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് 2 മണിക്കൂർ സമയം കഴിഞ്ഞു. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാനകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കിതിനകത്തേക്ക് 2 കതിർപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ പീസ് ഓരോന്നായി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ചാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു വശം ഫ്രൈ ആയി തുടങ്ങി. ഇനി നമുക്കത് ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കാം. അല്പസമയത്തിന് ശേഷം മറുവശവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ പാനിൽ നിന്നൊരു സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഞാൻ അടുപ്പത്തൊരു ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ആ വെളിച്ചെണ്ണ തന്നെ ഇതിനകത്തേക്ക് അല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ 1/2 കിലോയോളം ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് വൃത്തിയാക്കിയ ശേഷം ചെറുതായി കട്ട് ചെയ്തെടുത്താണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, അല്പം കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 20 മിനിറ്റോളം നമ്മളിത് നന്നായി ഇളക്കി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി ഫ്ലെക്സ് ആണ്. ഞാൻ 5 വറ്റൽമുളക് മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 200 ml വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. സാധാ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിനകത്തുള്ള വെള്ളം ചെറുതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ മുഴുവനായി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയാണ്. ഇനി നമുക്കതൊരു സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.